നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. കേരളത്തിൻ്റെ വലിയൊരു സ്വപ്നം നാളെ പൂർത്തിയാവുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് കേരളത്തിൽ. നാളെ വിഴിഞ്ഞം പദ്ധതി രാജ്യത്തിനു വേണ്ടി സമർപ്പിക്കും. വിഴിഞ്ഞം തുറമുഖം ഔദ്യോഗികമായി കമ്മീഷൻ ചെയ്യുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ന് രാത്രി രാജ്ഭവനിൽ തങ്ങുന്ന പ്രധാനമന്ത്രി നാളെ ഹെലികോപ്റ്ററിൽ വിഴിഞ്ഞം പദ്ധതി പ്രദേശത്തേക്ക് പോകും. വിഴിഞ്ഞം പദ്ധതി പൂർണ്ണമായി നേരിൽ കണ്ടതിന് ശേഷം അദ്ദേഹം വിഴിഞ്ഞം പോർട്ട് കമ്മീഷൻ ചെയ്യും. പോർട്ടിൻ്റെ കമ്മീഷനിങ്ങിനോടനുബന്ധിച്ച് MSCയുടെ കൂറ്റൻ കപ്പൽ സെലസ്റ്റിനോ മരസ്കെ നാളെ വിഴിഞ്ഞം പോർട്ടിലെത്തും. 11 മണിക്കാണ് കമ്മീഷനിങ് ചടങ്ങ്. തുറമുഖ കവാടത്തിൽ തയ്യാറാക്കിയ പ്രത്യേക വേദിയിൽ ഉദ്ഘാടന ചടങ്ങുകൾ നടക്കും. ഗവർണർ രാജേന്ദ്ര അർലേക്കർ, മുഖ്യമന്ത്രി പിണറായി വിജയൻ, കേന്ദ്ര ഷിപ്പിംഗ് മന്ത്രി സർബാനന്ദ സോനോവാൾ തുടങ്ങിയ വിശിഷ്ടാതിഥികൾ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കും. 10,000 പേർ ചടങ്ങ് കാണാനെത്തുമെന്നാണ് കണക്കുകൂട്ടൽ. പൊതുജനങ്ങൾക്ക് പ്രവേശനമുണ്ടാകും. എന്നാൽ കർശന സുരക്ഷാ ക്രമീകരണങ്ങളാണ് അവിടെ അണിയിച്ചൊരുക്കുന്നത്. കരയിലും കടലിലുമൊക്കെ കനത്ത സുരക്ഷാ ക്രമീകരണങ്ങളുടെ ട്രയൽ റൺ ഇന്നലെയും ഇന്നും നടന്നു. ആഗോള സമുദ്ര വാണിജ്യ ഭൂപടത്തിൽ ഇനി കേരളത്തിൻ്റെ പേര് അടയാളപ്പെടുത്തും. എന്നാൽ ഇപ്പോൾ വിഴിഞ്ഞം പദ്ധതിയുടെ പിതൃത്വത്തെ ചൊല്ലി വലിയ തർക്കങ്ങളാണ് മുന്നണികൾക്കിടയിൽ. ചില തമാശകൾ ഇന്നും ഇന്നലെയുമായി പ്രത്യക്ഷപ്പെടുന്നു. ഏറ്റവും ശ്രദ്ധേയമായത് ഇതുവരെ ഇടതു വലത് മുന്നണികൾക്കിടയിലായിരുന്നു വിഴിഞ്ഞം പദ്ധതിയുടെ പിതൃത്വത്തെ ചൊല്ലിയുള്ള തർക്കമെങ്കിൽ ഇപ്പോൾ BJP ഈ പദ്ധതി തട്ടിയെടുക്കുന്ന കാഴ്ച. ദേശീയ ഇംഗ്ലീഷ് ദിനപത്രങ്ങളിൽ കേന്ദ്ര സർക്കാർ നൽകിയ പരസ്യത്തിൽ ഒരൊറ്റ പേര് മാത്രം, പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടേത്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പേര് പോലും ആ പരസ്യത്തിൽ കേന്ദ്ര സർക്കാർ പരാമർശിച്ചിട്ടില്ല. തുറമുഖത്തിന്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട കേന്ദ്ര സർക്കാർ പരസ്യത്തിൽ അങ്ങനെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പടമില്ല. സാധാരണ ഉദ്ഘാടന പരസ്യങ്ങളിലൊക്കെ മുഖ്യമന്ത്രി പിണറായി വിജയൻ തൻ്റെ ഫുൾ ഫിഗർ, തൻ്റെ മുഖം, ഇതാണ് പതിവ്. ആ പതിവ് കേന്ദ്ര സർക്കാർ അങ്ങ് വെട്ടി. പകരം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പടം മാത്രം. UDFിൻ്റെ കയ്യിൽ നിന്ന് തട്ടിയെടുത്ത വിഴിഞ്ഞം പദ്ധതി അങ്ങനെ പ്രധാനമന്ത്രി മോദി പിണറായി വിജയനിൽ നിന്നും വെട്ടിയെടുത്തു. വികസിത് ഭാരത് 2047ൻ്റെ ഭാഗമായാണ് ഈ പദ്ധതിയെന്ന് ഷിപ്പിംഗ് മന്ത്രാലയം നൽകിയ പരസ്യത്തിൽ പറയുന്നു. അങ്ങനെ കേരള സർക്കാരിൻ്റെ ക്രെഡിറ്റ് പൂർണ്ണമായും അങ്ങ് വെട്ടിക്കീറിക്കളഞ്ഞു. വിഴിഞ്ഞം തുറമുഖ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാർ നൽകിയ പരസ്യങ്ങളിലൊക്കെയും പ്രധാനമന്ത്രിയുടെ ചിത്രവും ഉൾപ്പെടുത്തിയിരുന്നു. എന്നാൽ മുഖ്യമന്ത്രിയെ ഒഴിവാക്കിക്കൊണ്ട് കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായ പരസ്യ നീക്കത്തിൽ സംസ്ഥാന സർക്കാർ വൃത്തങ്ങൾക്കിടയിൽ ഇപ്പോൾ വ്യാപക പ്രതിഷേധം. എന്നാൽ ആരോട് പറയാൻ? പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോട് പറയാൻ മുഖ്യമന്ത്രിക്ക് മുട്ടിടിക്കും. ഇതിനിടയിൽ വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ താൻ പങ്കെടുക്കില്ല എന്ന് VD സതീശൻ വീണ്ടും ആവർത്തിക്കുന്നു. തിങ്കളാഴ്ചത്തെ തീയതിയിൽ ചൊവ്വാഴ്ച കൈമാറിയ കത്ത് തന്നെ അപമാനിക്കാനുള്ള നീക്കത്തിന്റെ ഭാഗമാണ് എന്ന് സതീശൻ പറയുന്നു. ആദ്യഘട്ടത്തിൽ പ്രതിപക്ഷ നേതാവിനെ ഉദ്ഘാടനത്തിന് ക്ഷണിച്ചിരുന്നില്ല എന്നതാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം. വിൻസെന്റ് MLA മാത്രമായിരുന്നു ക്ഷണിച്ചിട്ടുണ്ടായിരുന്നത്. വിഷയം വലിയ പ്രതിഷേധത്തിനിടയാക്കി. പിന്നീട് മന്ത്രി VN വാസവന്റെ ഓഫീസിൽ നിന്നൊരു ക്ഷണക്കത്ത് പ്രതിപക്ഷ നേതാവിന്റെ ഓഫീസിലെത്തി. ആ കത്തിൽ പ്രധാനമന്ത്രി വിഴിഞ്ഞത്ത് ഉദ്ഘാടനം ചെയ്യുന്ന ഒരു ചടങ്ങുണ്ട്, ആ ചടങ്ങിൽ താങ്കളുടെ മഹനീയ സാന്നിധ്യം പ്രതീക്ഷിക്കുന്നു എന്ന് മാത്രമായിരുന്നു എഴുതിയിരുന്നത്. ആ കത്ത് പോലും തന്നെ അപമാനിക്കാനുള്ള ശ്രമമാണ് എന്ന് പ്രതിപക്ഷ നേതാവ് പറയുന്നു. അപമാനമൊക്കെ അവിടെ നിൽക്കട്ടെ. ഇപ്പോൾ UDF തകർത്തു വാരുന്നത് മുക്കോലയിലാണ്, വിഴിഞ്ഞം പദ്ധതിയുടെ തൊട്ടടുത്തുള്ള പരിസര പ്രദേശങ്ങളിൽ. അവിടെ നിറയെ ഉമ്മൻചാണ്ടിയുടെ കൂറ്റൻ ചിത്രങ്ങൾ. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തിനു വേണ്ടി സമർപ്പിക്കുന്ന ചടങ്ങ് നടക്കാൻ ഇനി മണിക്കൂറുകൾ മാത്രം ബാക്കി. എന്നാൽ പദ്ധതിയുടെ ക്രെഡിറ്റിനെ ചൊല്ലി ഇപ്പോൾ അതിശക്തമായ തർക്കങ്ങളാണ് മുന്നണികൾക്കിടയിൽ. അന്തരിച്ച മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്ക് നന്ദി അറിയിച്ചുള്ള നിരവധി പോസ്റ്ററുകളും കൂറ്റൻ കട്ടൗട്ടുകളുമാണ് വിഴിഞ്ഞം തുറമുഖത്തേക്ക് പോകുന്ന പാതയോരങ്ങളിൽ കോൺഗ്രസ് സ്ഥാപിച്ചിട്ടുള്ളത്. ഉമ്മൻചാണ്ടിയെ എങ്ങനെ മറക്കാൻ കഴിയുമെന്ന് ഈ പോസ്റ്ററുകളിൽ ചോദിക്കുന്നു. UDF ഇത്തരത്തിൽ പോസ്റ്ററുകളും കട്ടൗട്ടുകളുമായി വിഴിഞ്ഞത്ത് നിറയുമ്പോൾ BJP തകർത്തു വരികയാണ്. പ്രധാനമന്ത്രിയുടെയും BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരൻ്റെയും ചിത്രങ്ങൾ വച്ചിട്ടുള്ള വലിയ ഫ്ലെക്സുകൾ. കേന്ദ്ര സർക്കാരില്ലെങ്കിൽ ഈ പദ്ധതി എങ്ങനെ നടപ്പിലാക്കാൻ കഴിയുമായിരുന്നുവെന്ന ചോദ്യമാണ് BJP എറിയുന്നത്. ഇതിനിടയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ അഭിവാദ്യം അർപ്പിച്ചുകൊണ്ടുള്ള പോസ്റ്ററുകളും ഫ്ലെക്സുകളുമൊക്കെ LDFും സ്ഥാപിച്ചിരിക്കുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഇനി 1 വർഷം മാത്രം.
നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുഖ്യ ചർച്ചാ വിഷയമാക്കാൻ സംസ്ഥാന സർക്കാർ ഇപ്പോൾ പൊടുന്നനെ വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ ഉദ്ഘാടനം അങ്ങ് പെട്ടെന്നാക്കി. 6000 കോടി രൂപയുടെ റിയൽ എസ്റ്റേറ്റ് പദ്ധതിയാണ് വിഴിഞ്ഞം പദ്ധതി എന്ന ആരോപണം ഉന്നയിച്ചത് അന്നത്തെ പാർട്ടി സെക്രട്ടറി ആയിരുന്ന പിണറായി വിജയൻ. അന്ന് ഉമ്മൻചാണ്ടിയെ ഏതൊക്കെ വിധങ്ങളിൽ ഈ പിണറായിയും കൂട്ടരും അപമാനിച്ചുവെന്നാണ് ഇപ്പോൾ വി.ഡി. സതീശൻ ചോദിക്കുന്നത്. വിഴിഞ്ഞം പദ്ധതി നടപ്പാക്കാൻ ഉമ്മൻചാണ്ടി സഹിച്ച ത്യാഗങ്ങൾക്ക് കണക്കില്ല. സംസ്ഥാന സർക്കാർ ഇക്കഴിഞ്ഞ ഫെബ്രുവരിയിൽ അവതരിപ്പിച്ച ബജറ്റ് രേഖയുടെ പുറംചട്ടയിലെ ചിത്രം വിഴിഞ്ഞം തുറമുഖത്തിൻ്റേതായിരുന്നു. അതുകണ്ട് പ്രതിപക്ഷം പറഞ്ഞു സർക്കാരിന് സ്വന്തമായി ഒരു പദ്ധതി പോലുമില്ല. അതുകൊണ്ടാണ് ഉമ്മൻചാണ്ടി കൊണ്ടുവന്ന ഈ പദ്ധതിയുടെ മുഖചിത്രം ബജറ്റിന് ചേർത്തത്. ഒടുവിലിത തുറമുഖം ഔപചാരിക ഉദ്ഘാടനത്തിന് ഒരുങ്ങി നിൽക്കുമ്പോഴും ആരാണ് വിഴിഞ്ഞം പദ്ധതിയുടെ യഥാർത്ഥ ശില്പി എന്ന ചോദ്യം അവശേഷിക്കുന്നു. അവിടെ കേരളത്തിലെ ജനങ്ങളുടെ മനസ്സിൽ തെളിഞ്ഞു വരുന്ന ചിത്രം ഉമ്മൻചാണ്ടിയുടേത് തന്നെയാണ്. വികസനത്തിന് രാഷ്ട്രീയമില്ല എന്നുറക്കെ പറഞ്ഞ പ്രമുഖ നേതാവായിരുന്നു ഉമ്മൻചാണ്ടി. അദ്ദേഹത്തിൻ്റെ സ്വപ്ന പദ്ധതിയായിരുന്നു വിഴിഞ്ഞം പദ്ധതി എന്നതിൽ സംശയമില്ല. ഉമ്മൻചാണ്ടിയും UDF സർക്കാരും വിഴിഞ്ഞം പദ്ധതിക്ക് വേണ്ടി ഒഴുക്കിയ വിയർപ്പിന്റെ കണക്കുകളാണ് ഇപ്പോൾ UDF നിരത്തുന്നത്. 1991 UDF സർക്കാരിൽ തുറമുഖ മന്ത്രിയായിരുന്ന MV രാഘവൻ വിഴിഞ്ഞത്തിന്റെ സാധ്യത പരിശോധിക്കാൻ ഒരു കമ്മീഷനെ നിയമിച്ചു. പിന്നീട് 2015 അദാനി പോർട്സിനെ കരാർ ഏൽപ്പിച്ചതും ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്ന കാലഘട്ടത്തിൽ. അതേ വർഷം ഡിസംബറിൽ അന്ന് മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടി തറക്കല്ലിട്ടതുവരെയുള്ള നാഴികക്കല്ലുകൾ പ്രതിപക്ഷം കൃത്യമായി നിരത്തിവെക്കുകയാണ് കേരള മനസ്സാക്ഷിയുടെ മുന്നിൽ. കൈവിട്ടുപോയ പദ്ധതി അന്ന് ഗൗതം അദാനിയെ ഡൽഹിയിൽ പോയി കണ്ട് പ്രാവർത്തികമാക്കിയ ഉമ്മൻചാണ്ടിയുടെ ഓരോ നടപടികളും ഇപ്പോൾ UDF ചർച്ച ചെയ്യുന്നു. അന്ന് ഡൽഹിയിലായിരുന്ന KV തോമസിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി അടുത്ത ബന്ധം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഗൗതം അദാനിയിലുള്ള സ്വാധീനം കൃത്യമായി മനസ്സിലാക്കിയായിരുന്നു അന്ന് ഉമ്മൻചാണ്ടിയുടെ നീക്കം. ഉമ്മൻചാണ്ടിയും അന്ന് മന്ത്രിയായിരുന്ന K. ബാബുവും ചേർന്ന് ഡൽഹിയിലെത്തി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി അദാനിക്കുള്ള അടുപ്പം മനസ്സിലാക്കിയായിരുന്നു ഇരുവരുടെയും തന്ത്രപൂർവമായ നീക്കങ്ങൾ. അന്ന് ആ പദ്ധതിക്ക് വേണ്ടി AK ആന്റണിയും കൃത്യമായി തന്ത്രങ്ങൾ ഒരുക്കി. ഭൂമി കുംഭകോണമാണ് ഇവിടെ നടക്കുന്നത്. കടൽ കൊള്ളയാണ് കേരളത്തിൽ ഇപ്പോൾ അരങ്ങേറുന്നത്. ഇതായിരുന്നു അന്ന് പിണറായി വിജയന്റെ പ്രസംഗം. എന്നാൽ പദ്ധതി യാഥാർത്ഥ്യമാക്കിയാൽ മാത്രമേ താനിനി വിശ്രമിക്കൂ എന്ന് ഉമ്മൻചാണ്ടി പറഞ്ഞു. ഇതിന് അദാനി മാത്രമാണ് വഴി എന്ന് ഉമ്മൻചാണ്ടിക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെ എന്ത് പഴി കേൾക്കാനും ഉമ്മൻചാണ്ടി തയ്യാറായിരുന്നു. ഉമ്മൻചാണ്ടിയുടെ അക്കാലത്തെ പ്രവർത്തനങ്ങളെക്കുറിച്ച് ഇപ്പോൾ KV തോമസ് പോലും തുറന്നു സമ്മതിക്കുന്നു. പിന്നീട് തെരഞ്ഞെടുപ്പ് ഫണ്ടിലേക്ക് അദാനി ചില സംഭാവനകൾ നൽകാനൊരുങ്ങിയപ്പോൾ വേണ്ട എന്ന് കട്ടയ്ക്ക് പറഞ്ഞു ഉമ്മൻചാണ്ടി. വീണ്ടും ഒരു പഴി കേൾക്കാൻ ഉമ്മൻചാണ്ടി തയ്യാറല്ലായിരുന്നു. പിന്നീട് പദ്ധതി മുന്നോട്ട് നീങ്ങി വിജയത്തിലേക്ക് കടക്കുന്നുവെന്ന് കണ്ടപ്പോൾ LDF പത്തി മടക്കി. കരാറിലെ വ്യവസ്ഥകളോടാണ് തങ്ങൾക്ക് എതിർപ്പ് എന്ന് പറഞ്ഞായിരുന്നു LDFന്റെ പിന്നോട്ട് പോക്ക്. അതുതന്നെയാണ് ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ ആവർത്തിക്കുന്നതും. അന്ന് UDF അദാനിയുമായി ഒപ്പുവെച്ച പദ്ധതി കരാർ പൂർണ്ണമായും വിഡ്ഢിത്തമായിരുന്നുവെന്ന് ഇപ്പോൾ പിണറായി പറയുന്നു. അതിലൊന്നും വലിയ കാര്യമില്ല. തുടർന്നു വന്ന പിണറായി വിജയൻ സർക്കാർ പദ്ധതിയുമായി മുന്നോട്ട് നീങ്ങി. ജുഡീഷ്യൽ അന്വേഷണം വന്നുവെങ്കിലും പദ്ധതി തടസ്സപ്പെടാതിരിക്കാൻ സർക്കാർ ശ്രദ്ധിച്ചു. എന്തായാലും ഇപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് തുറമുഖത്തിൻ്റെ മേൽവിലാസത്തിലുള്ള വികസന പ്രതിച്ഛായ കുപ്പായം എടുത്തണിയാൻ ഒരുങ്ങുകയാണ് പിണറായി വിജയൻ. എന്നാൽ അങ്ങനെയങ്ങ് മിടുക്കനാകേണ്ട എന്ന് മോദിയും BJPയും. ഇപ്പോഴിതാ വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ ഉദ്ഘാടന പ്രോഗ്രാമിലേക്ക് BJP സംസ്ഥാന അധ്യക്ഷനെ കൂടി ക്ഷണിച്ചിരിക്കുന്നു. പ്രധാനമന്ത്രിയുടെ ആവശ്യപ്രകാരമാണ് BJP സംസ്ഥാന അധ്യക്ഷനെ ഈ പ്രോഗ്രാമിന് ക്ഷണിച്ചത് എന്ന് സർക്കാർ വിശദീകരിക്കുന്നു. സർവത്ര പെടാപ്പാടിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ. പൂർണ്ണമായും BJPയുടെ വരുതിയിൽ നിൽക്കുന്നു ഇപ്പോൾ വിഴിഞ്ഞം തുറമുഖം. എത്ര അവകാശവാദം ഉന്നയിച്ചാലും മുൻപ് UDF കൊണ്ടുവന്ന ഈ പദ്ധതിക്കെതിരെ LDF ഉയർത്തിയ മുദ്രാവാക്യങ്ങൾ അത് ജനങ്ങളുടെ മനസ്സിൽ കിടന്ന് തിരയടിക്കുന്നുണ്ട് എന്ന് പിണറായിയും കൂട്ടരും മനസ്സിലാക്കിയാൽ നന്ന്. കേന്ദ്രം കനിഞ്ഞതുകൊണ്ടാണ് ഈ പദ്ധതി നടപ്പിലായതെന്നും യഥാർത്ഥ വികസനവാദികൾ തങ്ങളാണെന്നും മോദിയെ ഉയർത്തിക്കാട്ടി BJPയുടെ മുദ്രാവാക്യം. ആർക്കും കൃത്യമായ പിതൃത്വം അവകാശപ്പെടാനാവാതെ അങ്ങനെ വിഴിഞ്ഞം പദ്ധതി യാഥാർത്ഥ്യമാകുന്നു. ഒടുവിൽ ഗതികെട്ട് പിണറായി വിജയൻ പറഞ്ഞു, ആ ക്രെഡിറ്റ് എനിക്ക് വേണ്ട, ഇത് ബോട്ട് തള്ളിയുള്ള ഉദ്ഘാടനമൊന്നുമല്ല. വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ ക്രെഡിറ്റിനെ ചൊല്ലി തർക്കം വേണ്ട എന്നും ഈ നാടിനാകെ അതിൻ്റെ ക്രെഡിറ്റ് ഉണ്ടെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇക്കഴിഞ്ഞ ദിവസം പറഞ്ഞു. വിഴിഞ്ഞം തുറമുഖത്തിന് സർക്കാർ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു. നേരത്തെ കല്ലിട്ടതുകൊണ്ട് എന്തെങ്കിലും കാര്യമുണ്ടോ എന്ന ചോദ്യമാണ് പിണറായി വിജയൻ കോൺഗ്രസിൻ്റെ നേർക്കുയർത്തുന്നത്.
അവസാനത്തെ 9 വർഷം ഏറെ പ്രധാനപ്പെട്ടതായിരുന്നു. ഒരുപാട് തർക്കം നേരത്തെ ഉണ്ടായിരുന്നു. തർക്കത്തിന് പിന്നാലെ പോകാൻ LDF തയ്യാറല്ല. വിഴിഞ്ഞം വഴി പോകുന്ന ബോട്ട് തള്ളിയല്ലല്ലോ ഉദ്ഘാടനം ചെയ്യേണ്ടത്. UDFനെ പുച്ഛിച്ചുകൊണ്ട് മുഖ്യമന്ത്രിയുടെ വാക്കുകൾ. ഇപ്പോൾ അവിടെ കപ്പലോടുന്ന അവസ്ഥയിലെത്തി. പ്രതിപക്ഷ നേതാവിനെ വിഴിഞ്ഞം തുറമുഖ കമ്മീഷൻ ചെയ്യുന്ന ചടങ്ങിലേക്ക് വീണ്ടും സ്വാഗതം ചെയ്യുകയാണ് എന്ന് പരിഹാസപൂർവ്വം മുഖ്യമന്ത്രി. BJP അധ്യക്ഷനെ ചടങ്ങിലേക്ക് ക്ഷണിച്ചത് കേന്ദ്ര നിർദ്ദേശപ്രകാരമാണ് എന്ന് മുഖ്യമന്ത്രി ആവർത്തിച്ചു. തൻ്റെ ഭാര്യയും മകളും മകളുടെ മകനുമൊക്കെ അവിടെ സന്ദർശിച്ചത് കുടുംബപരമായ ചില ബന്ധങ്ങളിലാണ് എന്ന് മുഖ്യമന്ത്രി വിശദീകരിക്കാൻ ശ്രമിച്ചു. അവരൊന്നും ഔദ്യോഗിക പരിപാടിക്കല്ല അവിടെ എത്തിയത്. കൊച്ചുമകനുമായി താൻ പല പരിപാടികളിലും പങ്കെടുത്തിട്ടുണ്ട്. കൊച്ചുമകനെ പല സ്ഥലങ്ങളിലും താൻ എടുത്തുകൊണ്ട് നടന്നിട്ടുണ്ട്. അതൊക്കെ തൻ്റെ കുടുംബ ബന്ധങ്ങളുടെ ഭാഗമാണ്. എന്തായാലും പിണറായി വിജയൻ ആകെ വെട്ടിലാണ്. വിഴിഞ്ഞം പദ്ധതി യാഥാർത്ഥ്യമാകുമ്പോൾ പൊരിഞ്ഞാടി മുന്നണികൾക്കിടയിൽ. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.